താൻ ചോദിച്ച രീതിയിൽ രാത്രി വന്ന് വഴങ്ങിയില്ലെങ്കിൽ അടുത്ത ദിവസം ക്യാമറയുടെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് ഈ പാവം പിടിച്ച നടികളെ, അതായത് നല്ലപോലെ അഭിനയിച്ചാൽ പോലും അവർ അഭിനയം മോശമാണെന്ന് പരസ്യമായിട്ട് അവഹേളിക്കുക, ചീത്ത വിളിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കുക, ഒട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനൊരു അറുതി വരുത്തിയേ പറ്റൂ. ഇല്ലെങ്കിൽ എന്താ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ സിനിമയ്ക്കകത്ത് അങ്ങനെ ക്രിമിനലുകൾ ഉണ്ടായിരുന്നതല്ല, സിനിമയ്ക്കകത്തുകൊണ്ട് പുറത്തുനിന്ന് ധാരാളം പേര് വന്നിരുന്നു. കാരണം ഇതിനെ കൂട്ടിക്കൊടുപ്പവർ വരണമല്ലോ, ഇടനിലക്കാരുണ്ടല്ലോ. ഈ ഇടനിലക്കാർ പുറത്തു നിൽക്കുന്ന ക്രിമിനൽസ് പലരും ഇവിടെ പല ഉദ്ദേശമായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇന്ന് ഈ റിപ്പോർട്ട് വെച്ചൊരു നടപടി എടുത്തില്ലെങ്കിൽ ഈ ക്രിമിനലുകളുടെ എണ്ണം കൂടാൻ പോവാണ്, പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ പോവാണ്. അറ്റ്ലീസ്റ്റ് സിനിമയിലെങ്കിലും ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നു സിനിമയെക്കുറിച്ച്, അത് വെച്ച് മറ്റ് തൊഴിലിടങ്ങളിലും ഭയമുണ്ടാകും. അതായത് ഇവിടെ ബഹുഭൂരിപക്ഷം വീണ്ടും പറയുന്നു സ്ത്രീകളെന്നല്ല പെൺകുട്ടികളെയാണ് ഇവർ ഉന്നമിക്കുന്നത്. ഇത് ഞാൻ ഇന്ന ആളെ ആരെയും ടാർഗറ്റ് ചെയ്തല്ല പറയുന്നത്, ഇത്തരം സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് എന്താ പറ്റുന്ന വെച്ചാൽ ഇതിനകത്ത് സ്ത്രീകളുമുണ്ട്. വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ഈ കുട്ടികളുടെ വളരെ സ്നേഹത്തിൽ വന്ന് സംസാരിച്ച് വിശ്വാസം പിടിച്ചു പറ്റിയിട്ട് മോളെ അങ്ങനെയല്ല ആന്റി പറയുന്നു, അവരും ഇതിനകത്ത് കുഴപ്പക്കാരാണ്. ഈ വേട്ടക്കാരന്മാരുടെ കൂട്ടത്തിൽ വേട്ടക്കാരികളും ഉണ്ട്.